ട്രാൻസ്ഫോമേഴ്സ് വൺ ഇപ്പോൾ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രാൻസ്ഫോമേഴ്സ് ഫ്രാഞ്ചൈസിലെ ആദ്യത്തെ ആനിമേറ്റഡ് മൂവിയാണ്. അത് ഇതൊരു ആനിമേറ്റഡ് ആണെന്ന് വിചാരിക്കാൻ അല്ല അറിയാണ്ട് കുറേ പേര് കയറിയിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടു. ഇതൊരു ആനിമേറ്റഡ് മൂവിയാണ്. ഈ ഫ്രാഞ്ചൈസിലെ ആദ്യത്തെ ആനിമേറ്റഡ് മൂവിയാണ്. ആൻഡ് ഇതൊരു പ്രീക്വലാണ്. നമ്മൾ ഈ കണ്ട സിനിമകൾ സീക്വലൊന്നുമല്ല. എങ്ങനെയാണ് ഈ പറയുന്ന സൈബർട്രോൺ എന്ന് പറഞ്ഞ ഒരു ഗ്രഹത്തിൽ ഈ പറയുന്ന റോബോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, ആ ഒരു ഗ്രഹത്തിനെ പറ്റി സിനിമകളിൽ പല സമയത്തും ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. പല പല ഷോർട്സുകളായിട്ട് നമ്മൾ മൈക്കിൾ ബേ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ പ്രീക്വൽ അവരെങ്ങനെയാണ് ഈ പറയുന്ന ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്ന രണ്ടുപേരും എങ്ങനെയാണ് ആർച്ച് എനിമീസായി മാറിയത്, ഈ പറയുന്ന ഓട്ടോബോട്ട്സും ഡിസെപ്റ്റിക്കോൺസും ആയിട്ട് എങ്ങനെയാണ് അവർ സെപ്പറേറ്റ് ആയത് എന്നതാണ് ഈ സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്ത് പോകുന്നത്. നമുക്കറിയാം ഓട്ടോബോട്ട്സിനും ഡിസെപ്റ്റിക്കോൺസിനും പ്രധാനപ്പെട്ട മെയിൻ ആയിട്ടുള്ള ഹെഡ്സ് അല്ലെങ്കിൽ ക്യാപ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പുറത്തെ സൈഡ് ഒപ്റ്റിമസ് പ്രൈമും മറ്റേ സൈഡ് നമ്മുടെ മെഗാട്രോണുമാണ്. സോ ഇവർ ആദ്യം ഇനീഷ്യലി ഫ്രണ്ട്സ് ആയിരുന്നു. സോ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും അവരുടെ ആ ഒരു ജേണിയാണ് ഈ സിനിമയിൽ പ്രധാനമായിട്ട് കാണിക്കുന്നത്. ആൻഡ് ഇതൊരു സോൾലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു അഡ്വഞ്ചർ മോഡിലാണ് സിനിമ ഒരുക്കിയിട്ടുള്ളത്. സോ ഒരുപാട് മിസ്റ്ററീസ് തന്നെ, ഒരുപാട് ഈസ്റ്റർ എഗ്സ് ഒക്കെ കുറേ സ്ഥലത്ത് ഇങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിലും ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പാണ് സിനിമയുടെ മെയിൻ കോർ. അതിൽ പിടിച്ചിട്ടാണ് സിനിമ മുഴുവൻ കൊണ്ടുപോകുന്നത്. ആൻഡ് ഇത് പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഈ പടം. ഒരു സീൻ പോലും, ഒരു ഡയലോഗ് പോലും, ഒരു ഷോട്ട് പോലും അനാവശ്യമായിട്ടില്ല. എന്താണ് സിനിമയ്ക്ക് ആവശ്യം അത് മാത്രം വെച്ചിട്ട് വേണമെങ്കിൽ വലിപ്പിച്ച് വേണമെങ്കിൽ അവർക്കൊരു 3 മണിക്കൂറിലേക്ക് വലിപ്പിക്കാൻ പറ്റുന്ന സാധനമുണ്ട്. പക്ഷേ ഒരു 1-1.5 മണിക്കൂർ പ്രോപ്പർലി ട്രിം ചെയ്തുകൊണ്ട് നല്ലൊരു എൻഗേജിങ് ഫീൽ ഈ സിനിമ തരുന്നുണ്ട്. ഒരു സെക്കൻഡ് പോലും നമുക്ക് അനാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ ഈ സിനിമ സമയം തരില്ല. നമ്മളിപ്പോൾ പല ഇങ്ങനത്തെ കുറേ നല്ല ആനിമേറ്റഡ് സിനിമകൾ കാണാറുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി വേണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ അക്രോസ് സ്പൈഡർ-വേഴ്സ് ഒക്കെ എങ്ങനെയായിരുന്നോ അത്ര എൻഗേജിങ് ആൻഡ് ടൈറ്റ്ലി പാക്ഡ് ആയിട്ട് അവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എഡിറ്റിങ്ങിൽ പിടിച്ചിട്ടുള്ള പടമാണ്. ഒരു പക്ഷേ ചിലപ്പോൾ അതിന് കൂടുതൽ ലെങ്ത് ആയിട്ട് ഡയലോഗ്സും കുറേ ലെങ്ത് ആയിട്ടുള്ള ഷോട്ടുകളൊക്കെ ഉണ്ടാവും. ഈ ചില സിനിമകളിൽ ചില പോർഷൻ എത്തുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെയാണ് ഇത് വലിയാൻ പോകുന്നത് എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് ഈ സിനിമ അങ്ങനെ ക്ലച്ച് പിടിച്ച് പോകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ എൻഗേജിങ് ആയിട്ട് പോകുന്ന നല്ലൊരു കിടിലും പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് കുറേ ഗൂസ്പം സാധനങ്ങൾ ഈ സിനിമ തരും. അതെവിടെയെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മെയിൻ പേരുകളൊക്കെ പറയുന്ന സ്ഥലത്തും നമുക്ക് ഓൾറെഡി അറിയാവുന്ന ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്ന സമയത്തൊക്കെ തന്നെ ട്രാൻസ്ഫോമേഴ്സാണ് അവർ യഥാർത്ഥത്തിൽ ട്രാൻസ്ഫോം ആവുന്ന സമയത്തൊക്കെ ഇങ്ങനെ അരിച്ചിങ്ങനെ കയറി വരും. അങ്ങനെ എണ്ണീറ്റത്ത് കൈയടിക്കാൻ തോന്നുന്ന കുറേ സാധനങ്ങളൊക്കെ സിനിമയിലുണ്ട്. സോ അത് പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞ പോലെ എഡിറ്റിൽ പിടിച്ചിട്ടുള്ള സാധനമാണ്. സോ ഫ്രാഞ്ചൈസിനെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അല്ലാത്തവർക്ക് ഒരു പക്ഷേ ഈ സിനിമ എങ്ങനെ അത് കണക്ട് ആവുമെന്ന് എനിക്കറിയില്ല. കാരണം ഈ ക്യാരക്ടേഴ്സിനെ പറ്റി കൂടുതൽ അറിയെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന ആ ഒരു ഏരിയ, ആ ഒരു ടെറൈനൊക്കെ തന്നെ ഇഷ്ടപ്പെടുള്ളൂ. പോരാത്തതിന് ഈ ഫ്രാഞ്ചൈസ് ഇഷ്ടപ്പെടുന്നവർക്ക് പോലും ചിലപ്പോൾ ഒരു പക്ഷേ ഇതിന് ആനിമേഷൻ സ്റ്റൈൽ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. ചിലപ്പോൾ ടോയ്സ് വെച്ചെടുത്ത പോലെയൊക്കെ തോന്നിയേക്കാം. കാരണം ആ രീതിക്കാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. ഇത് സെപ്പറേറ്റ് ടൈപ്പ് ഓഫ് ആനിമേഷൻ സ്റ്റൈലാണെന്ന് പറയാം. കാരണം ആ ഒരു ക്യാരക്ടേഴ്സ് അങ്ങനെ ആയതുകൊണ്ട് ഇതിന് ആനിമേഷൻ ഡിസൈനിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഈ പറയുന്ന സ്പൈഡർ-വേഴ്സിലും ഈ മറ്റ് സ്റ്റോപ്പ് മോഷൻ സിനിമകളൊക്കെ തന്നെ കാണാറുണ്ട്. ഇത് എല്ലാത്തിനും കൂടി ഒരു ബ്ലെൻഡ് ആയ പോലെ കുറേ സ്ഥലത്തേക്ക് കയറി വരുന്നുണ്ട്. സോ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ ഫ്രാഞ്ചൈസിനെ ഫോളോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഈസ്റ്റർ എഗ്സുകളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും. ഈവൻ ചെറിയ സാധനങ്ങളുണ്ടല്ലോ ഇവരുടെ ആ ഒരു നമ്മൾ സിനിമകളിൽ കാണാറുള്ള ഇവർ യൂസ് ചെയ്യുന്ന വെപ്പൺസും ആ കാര്യങ്ങളൊക്കെ ഇവർ എങ്ങനെയാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്, അതെങ്ങനെയാണ് എടുത്തു വരുന്നത്, അത് ആദ്യം ഇവർക്ക് കിട്ടുന്നുണ്ടാവുന്നുള്ള റിയാക്ഷൻസും ഇവർ തന്നെ റെക്കഗ്നൈസ് ചെയ്തെടുക്കുന്ന കുറേ സാധനങ്ങളൊക്കെ അതൊക്കെ അടിപൊളിയാണ്. ട്രാൻസ്ഫോമേഴ്സ് ഫ്രാഞ്ചൈസിൽ വെച്ച് തന്നെ ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. തിയേറ്ററിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. നല്ല സൗണ്ട് സിസ്റ്റം ആൻഡ് നല്ല പിക്ചർ ക്വാളിറ്റി ഉള്ള 3D അല്ലാണ് കണ്ടത്. വലിയ 3D എഫക്റ്റ് ഒന്നും എവിടെയും തോന്നിയില്ല കേട്ടോ. ആ കാര്യം ഞാൻ മറന്നേ പോയി. എന്തിനാണ് 3D ഗ്ലാസ് വെച്ചെന്ന് പോലും മറന്നുപോയി. ഇപ്പോൾ റീസെൻ്റ്ലി ARMലൊക്കെ കിട്ടിയ 3D എഫക്ട്സിൻ്റെ 100-1 പോലും ഇതിൽ കിട്ടിയില്ല. എന്താ സംഭവം എന്നറിയില്ല. ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു സീൻ പോലും 3D എഫക്റ്റ് ഒരിക്കലും കിട്ടിയില്ല. പക്ഷേ ബാക്കി എല്ലാം കൂടി അടിപൊളിയാണ്. 2Dയിൽ കണ്ടാലും മതി. കിടിലും പടമാണ്. കണ്ടുനോക്കുക. സിനിമ ഇപ്പോൾ തിയേറ്ററിൽ അവൈലബിൾ ആണ്. ഓൾറെഡി കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലാണ് വീണ്ടും കാണാം. നന്ദി.